പോകുന്നു ഇതാ വഴുതിനിത്തൈ. ഈ വഴുതിരിത്തൈ നടാനാ പോകുന്നു ഞാൻ. അതിലിപ്പോൾ പിന്നെ ഇതിൽ ഒരു ചാക്കിൽ ചകിരിത്തോണ്ട് നിറച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് അടുക്കള വേസ്റ്റ് ഇടുന്നുണ്ട്. അടുക്കള വേസ്റ്റ്. അതിന് ശേഷം പിന്നെ കരിയില വാരിയിടണം. അതിന് ശേഷം കുറച്ച് കരിയില വാരിയിടും. വേണ്ട കരിയില ഞാൻ ബൾബൊക്കെ പൊട്ടിക്കൊണ്ടുവന്നത് നല്ല വട്ടയിലയാണ്. നല്ല ഇലയാണ്. ഇത് നല്ല വളവും കൂടിയാണ്. ഇത് പിന്നെ കരിയില ആയിട്ടില്ല, എന്നാലും പഴുത്ത് ഉണങ്ങി വീണതാണ്. വീണത് പോയി ഞാൻ പൊറുക്കിക്കൊണ്ടുവരും. പച്ച കൊത്തിയതല്ല. കണ്ടില്ലേ? ഇതേപോലെ ഇതിൽ നിറച്ച്. ഇനിയിപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് സീമക്കൊന്നയും കൂടി ഇട്ടേ. സീമക്കൊന്ന ഇത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് കുറേ അമിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കുറച്ച് നിറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് വളവും തോലും എല്ലാം വെച്ചിട്ട് കുറച്ച് നമുക്ക് പിന്നെ വെച്ചാൽ നല്ല പിന്നെ നല്ലോണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പച്ചക്കറി നല്ല ഉഷാറായിട്ട് പാഞ്ഞോളും. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്കേ ഈ പച്ചക്കറിക്കെന്ന് വെച്ചാൽ മിനിറ്റ് വെച്ച് ആഴ്ചക്ക് സ്ലറി കൊടുക്കണം. അതൊന്നും ഇപ്പം കൊടുക്കുന്നില്ല. അതെല്ലാം കൊടുത്തിട്ട് നല്ല വിളവെടുക്കുക. ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു. ഒരാഴ്ചക്ക് ഞായറാഴ്ച ഇന്ന് വിളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റത്തെ ഞായറാഴ്ച നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അത് പറ്റുന്നില്ല. അതിനൊന്നും വളവില്ല, പശുവില്ല. അന്നേരം ഇഷ്ടംപോലെ പശുക്കളുണ്ടായിരുന്നു. എനിക്ക് ചാണം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് മണ്ണില്ല കൃഷിയാണേ. നിങ്ങൾ നോക്കി വേഗൽ നടുന്നത് മുഴുവൻ മണ്ണില്ല കൃഷിയാണ്. പുറത്തുനിന്ന് നടുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മണ്ണിൽ കൃഷി ചെയ്യുന്നുള്ളൂ. അതിനും കൃഷി രീതിയെല്ലാം ഇതുപോലെ തന്നെ അടിയിൽ കൊണ്ടെടുത്ത് അതിൽ നട്ട് ആക്കിയിട്ട് മൂടി കൊടുക്കലാണ് അതും ഞാൻ ചെയ്യുന്നത്. അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഞാനിടാ നിറച്ച് വെച്ചു. എല്ലാം വേസ്റ്റൊന്നും കളയില്ല ഞാൻ. കണ്ടല്ലേ, ഇതാ രണ്ടെണ്ണം ഞാനിപ്പോൾ ഇതിൽ നടുന്നു. ഇതും കുറച്ച് വളരട്ടെ. വളർന്ന് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നടാം. അതിന് വേണ്ടിയിട്ടാണ് വെച്ചാൽ നല്ല ഉഷാറായിക്കോളും. ഇങ്ങനെ നടുമ്പോൾ ഉണ്ടല്ലോ നല്ല ഉഷാറായി. മറ്റേ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നന്നാവില്ല. അതുകൊണ്ട് ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ വെക്കണ്ട, അന്നേരം പണിയെടുക്കണ്ടേ. വെള്ളം നനക്കുകയോ എല്ലാം വേണ്ടിക്കൽ വലുതാകുമ്പോൾ ഓരോന്നിനും നനച്ചാൽ സാരമില്ലല്ലോ. അതാണ് ഇപ്പോൾ കണ്ടില്ല. ഒന്ന് ഞാൻ നട്ടു. ഇനിയിപ്പോൾ രണ്ടാമത്തേത് ഈ കൊണ്ട് ഞാൻ ചകിരിത്തോണ്ട് നിറച്ച് വെച്ചിട്ട് ഉണ്ടായി. ചകിരിത്തോണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ ചകിരിത്തോണ്ടിൻ്റെ അകത്ത് ഞാനിപ്പോൾ കുറച്ച് ഇതേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. അടുക്കള വേസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അതിന് ഒന്നിനും കൂടി ഇടാനുണ്ട്. അത്രയേ ഉള്ളൂ. എന്താ കൂമ്പ്, വാഴക്കൂമ്പ്, പിന്നെ പഴത്തിൻ്റെ തൊലി, മുട്ടത്തോട്, ഇതെല്ലാം ഉള്ളത്. ഇതെല്ലാം കൂടിയാ കൂമ്പ്. വാഴക്കൂമ്പുണ്ടായിന്, അത് ഞാൻ തറച്ചിട്ടിട്ട് അതെടുത്തിയാണ്. ഇല്ല കൂമ്പുണ്ടായിന്, വാഴ പൊരിഞ്ഞു വീണതിൻ്റെ കൂമ്പ് ഉണ്ടല്ലേ. ഇതേപോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പം ഇതിൻ്റെ കരിയിലയാണ് ഇടുന്നത്. ഉണ്ടല്ലേ. ഇതേപോലെ നിങ്ങളെല്ലാവരും ചെയ്യണം. എനിക്കിത് ഓർമ്മക്കുറവല്ലുണ്ട്. നിങ്ങളതുകൊണ്ട് ക്ഷമിക്കണം. സൗണ്ട് കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ എൻ്റെ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. മൈക്ക് കൂട്ടിയാൽ എവിടെയല്ലോ ആയിപ്പോവും. അങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരാമെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പ്രായമായി വരുമല്ലേ ചെയ്യുന്നു. ഓരോ ദിവസം കഴിയുന്നതിന് ഓർമ്മക്കുറവും എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര കാലമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പറ്റുന്നിടത്തോളം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കാണിക്കുന്നതാണ്. അല്ലാതെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമ്പോൾ എന്താ ചെയ്യുക. നമുക്ക് വേണമെന്ന് വെച്ചതിനെ കൊണ്ട് എടുക്കാൻ പറ്റണ്ടേ. അതുകൊണ്ട് ഇതും കൂടി ഇതിൽ നിറച്ചിട്ടുണ്ട്. കണ്ടില്ലേ. ഇനിയിപ്പം ഇത് കുറേ ഞാൻ അവിടുന്ന് ചാക്കിൽ നിറച്ചും വാരിക്കൊണ്ടുവന്നായിരുന്നു. ഇനിയിപ്പോൾ ഒന്നിൽ കൂടി ഇടണം. അതിനാണ് ഇതിപ്പോൾ ഇതുള്ളത്. കണ്ട ഇതേപോലെ നമ്മൾ ഇതിനകത്ത് വാരിയിട്ട് ഇതിൻ്റെ അകത്ത് ബോട്ടിൽ മിക്സ് നിറച്ചിട്ട് കുത്തി നിറക്കും നമ്മളിങ്ങനെ. എന്താ ഇതേപോലെ ഇട്ട് കൊടുത്താൽ നല്ല പിന്നെ വിളവ് നമുക്ക് ലഭിക്കും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പൊടിച്ച് വരുമ്പോൾ നമ്മൾ കൈവളം കൊടുക്കലും ഇളക്കി മേരിടാൽ ചോടെല്ലാം ഇളക്കി കൊടുത്ത് ചാണകം സ്ലറി ഉണ്ടാക്കിയിട്ട് സ്ലറി കൊടുക്കണം. എന്നാൽ മാത്രമേ വേഗം വളർന്ന് വരുള്ളൂ. പിന്നെ ആട്ടുംവളാൽ ബെസ്റ്റാണ് ഇനി പച്ചക്കറിക്ക്. ആട്ടുംവളം, കോഴിവളം ഉണ്ടെങ്കിൽ കോഴിവളം ബെസ്റ്റാണ്. കോഴിവളം കിട്ടിയിട്ടില്ല, കോഴിവളം വാങ്ങണം എനിക്ക്. ഇപ്പം ഇത് ശീതകാല പച്ചക്കറിക്ക് ആണേ.
ഇനി ഈ ചിങ്ങമാസം തുടങ്ങിയാൽ പിന്നെ നമ്മൾ ചിങ്ങം ഒന്നിന് അന്ന് ശീതകാല പച്ചക്കറി നടുന്നത്. അതിൻ്റെ തുടക്കമാണ് ഞാനിപ്പോൾ ഇത് ആക്കിയിട്ടുള്ളത്. പിന്നെ ചിങ്ങം ഒന്നിന് ശീതകാല പച്ചക്കറി നമ്മൾ നടാൻ വേണ്ടിയിട്ട് തുടങ്ങിയാൽ നല്ല ഇതാണ്, ഒരു കൊല്ലത്തെ അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ ചിങ്ങൊന്നിന് തന്നെ കർഷക ദിനാണത്. ചിങ്ങൊന്നിന് അന്ന് എന്നത്തെ ദിവസം സാധാരണ ഞാൻ കർഷക ദിനത്തിന് കൃഷിഭവൻ്റെ അവിടെ പോലുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഞാൻ എവിടെയും പോലില്ല. ഇല്ലെങ്കിൽ അവർ എന്നെ വിളിച്ചിട്ട് പോലുണ്ട് ഞാൻ എപ്പോഴും. പക്ഷെ ഇപ്പം എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഉണ്ടല്ലേ, ഇതേപോലെ ഒന്നുകൂടെ നടുക്കന്നെ വെച്ച് കൊടുക്കുക. ആ സൈഡിൽ വെച്ചത് നമുക്ക് പൊരിക്കാം. ഒറ്റ ഒന്നേ വേണ്ടു, ഒന്നിൻ്റെ ചുവടിൽ ഒറ്റ ഒന്നേ വേണ്ടു. എന്നുവെച്ചാൽ കൂടുതൽ ഇതൊന്നും ശക്തിയേ ഇല്ല കേട്ടോ. ഒറ്റ ഒന്നിൻ്റെ അടുത്ത് ഒരു മരടേ വേണ്ടു, ഒരു വേഗയിൽ. ഇത് കൂടുതലായാൽ ഇതൊരുപാട് വളരും. ഇതിനത്തിനും വളവും വലിക്കാനുള്ള ശേഷിയില്ലാത്ത. ഇത് കുറച്ച് വലിയ വേഗമാണ്, അതിനാണ് ഞാൻ ഈ വലിയ വേഗിൻ്റെ അകത്ത് നട്ടത്. എന്നുവെച്ചാൽ ചെറിയതിൻ്റെ അകത്ത് നട്ട് കഴിഞ്ഞാൽ അവർക്ക് വീടുന്ന വളയിലുണ്ടാവില്ല. വലിയ വേഗയിലാകുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. കണ്ടോ, ഇതേപോലെ ചകരിത്തോണ്ട് ഇങ്ങനെയാണ് വെക്കുക. കണ്ടില്ലേ, ഞാൻ രണ്ടെണ്ണത്തിൽ നട്ടു. ഇതിപ്പം കണ്ടില്ലേ, ഇതേപോലെ നട്ടു കൊടുക്കുക. കണ്ടല്ലോ, കണ്ടില്ലേ. ഇനിയിപ്പം അടുക്കള വേസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുക്കള വേസ്റ്റ് ഇല്ല. അതുകൊണ്ട് കരിയിൽ പിന്നെ സീമക്കൊന്നി മാത്രമേ ഉള്ളൂ. അതാണ് ഇനിയിപ്പോൾ ഇടുന്നത്. കണ്ട, കരിയിലും കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും വാരിയിട്ടിട്ട് നമുക്കതിന് നിറച്ച് കൊടുക്കാം. സീമക്കൊന്ന ഉണ്ട്, എല്ലാം കൂടി ഇട്ട് കൊടുക്കാമല്ലോ. ഉണ്ടല്ലേ, ഇതേപോലെ സീമക്കൊന്നി കരിയിലും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ സന്തോഷമായിട്ട് ഇനിയിങ്ങനെ നമുക്ക് കൊടുക്കാനുണ്ടാകുമ്പോഴേ നമുക്ക് ഈ നടുമ്പോൾ ഒരു തൃപ്തി. ഒന്നും ഇല്ലാണ്ട് വെറുങ്ങനെ നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പൊടി പിന്നെ വളരൂല. ആ നട്ടെടുത്ത് വേഗം തിരി വരില്ല. ഇത് വേഗത്തിൽ തിരി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിന് വീടുന്ന് കൊടുക്കണം. അതിനാണ് ഞാനിതിങ്ങനെ നടുമ്പോൾ തന്നെ കൊടുക്കുന്നു. ഉണ്ടല്ലേ, തൽക്കാലത്തേക്ക് ഇത് മതി. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കിത് ആക്കിയിട്ട് കൊടുക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആരും ഹൈപ്പ് ചെയ്യുന്നില്ല, വീഡിയോ ആരും കാണുന്നില്ല. ഇത്തിരി ആൾക്കാരുണ്ട്, പിന്നെ എന്നിട്ടും വീഡിയോ കാണാൻ ആളില്ല. നല്ല വീഡിയോ എന്ന് പറയുമ്പോൾ പക്ഷെ ആരും കാണില്ല, അത്രയേ ഉള്ളൂ. കുറച്ച് ആൾക്കാരുണ്ട് കാണുന്നത്, മറ്റാരും കാണുന്നില്ല. അതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ നമുക്ക് ഇത് കൊണ്ട് നടക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ പരമാവധി ഞാൻ കൊണ്ടുപോകും. അല്ലാതെ എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരഭിപ്രായമാണ് എൻ്റെ ഉള്ളിൽ. കണ്ടല്ലോ, ഇതേപോലെ 4 ഓറും കുത്തി നിറച്ച് കണ്ട, നല്ല ഏലായില്ലേ, വട്ടത്തിൽ വന്നില്ലേ, നല്ല വേഗമായില്ലേ. ഇത് ചതുരത്തിൽ വരൂലായിരുന്നു. ഞാനത് ഉള്ളോട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ചകിരി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നല്ല വൃത്തിയായി. അല്ലെങ്കിൽ ഇത് കൊണ്ട് നിൽക്കൂല. കണ്ടില്ലേ, എന്താ ഇനിയിപ്പോൾ 2 എണ്ണം കൂടി ഞാൻ നടുന്നുണ്ട്. കണ്ട, ഈ ശക്തി കുറവാണ്. തയ്യെല്ലാം പൈസ എന്ന് പേരേ ഉള്ളൂ, ഇന്നൊന്നും ശക്തിയില്ല. ഉണ്ടല്ലേ, ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേറെ ബാഗിൽ ആക്കി നടാം. ഇതിപ്പോൾ കണ്ടല്ലോ, ഇപ്പം 3 എണ്ണം ഞാൻ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 3 എണ്ണത്തിൽ 6 എണ്ണം നട്ടിട്ട് 6 തൈ നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ബാക്കി നടാം. നമുക്ക് കാണിച്ചു തരാമല്ലോ. കണ്ടില്ലേ, കണ്ട, 3 എണ്ണം നട്ടിട്ട് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട്